അതുപോലെ തന്നെ അലൗഡ് അല്ലാത്തൊരു ഐറ്റമാണ് ഐസ്ഡ് ഫുഡ്സ്. ചിലർ ഇതുപോലെ ഫ്രോസൺ മീറ്റ് അങ്ങനെയുള്ള അല്ലെങ്കിൽ ഫിഷ് ആയിക്കോട്ടെ അതെല്ലാം ഹാൻഡ് പാക്കേജിൽ കൊണ്ടുവരാറുണ്ട്. എല്ലാവരുമില്ല, ചിലർ. അപ്പം ഫ്രോസൺ ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും ഹാൻഡ് ബാഗേജിൽ അലൗഡ് അല്ല. ഷീഷ അല്ലെങ്കിൽ ഷീഷയുടെ ആക്സസറീസ്, അതുപോലെ അതിനകത്ത് ഉപയോഗിക്കുന്ന കണ്ടന്റുകളെല്ലാം അല്ലെങ്കിൽ ഷീഷയായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും ഹാൻഡ് ബാഗേജിൽ അലൗഡ് അല്ല. അതുപോലെ തന്നെ നൈലോണിൻ്റെ ഫോയിൽസ്, പിന്നെ അതുപോലെ തന്നെ അലൂമിനിയം ഫോയിൽസ്, പിന്നെ കൽക്കരി, ഈ ഐറ്റംസ് ഒന്നും ഹാൻഡ് ബാഗേജിൽ അലൗഡ് അല്ല. അത് ഈ നിങ്ങളുടെ 7 കിലോയിൽ അതും വരുന്നുണ്ടെങ്കിൽ പോലും ഹാൻഡ് ബാഗേജിൽ ഇതെല്ലാം റെസ്ട്രിക്റ്റഡ് ഐറ്റംസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ടേപ്പുകൾ, എല്ലാവരും കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് ടേപ്പുകൾ ഹാൻഡ് ബാഗേജിൽ. അപ്പോൾ ഈ ടേപ്സ് ഒന്നും ഹാൻഡ് ബാഗേജിൽ അലൗഡ് അല്ല. പിന്നെ അതുപോലെ തന്നെ ടൂൾസ് ഐറ്റംസ് ഒന്നും ഹാൻഡ് ബാഗേജിൽ അലൗഡ് അല്ല. അതെന്തുമായിക്കോട്ടെ, ഇവൻ ഒരു ടെസ്റ്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവർ ആയിക്കോട്ടെ, ഇതൊന്നും ഹാൻഡ് ബാഗേജിൽ അലൗഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പം കഴിവതും ഇതെല്ലാം ലഗേജിൽ തന്നെ ഇടാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ വോക്കിംഗ് സ്റ്റിക്സ്, ചിലർ വോക്കിംഗ് സ്റ്റിക്സ് നാട്ടിലേക്ക് കൊണ്ടുപോകുന്നവരുണ്ട്. ടെന്നീസ് ബാറ്റ് കൊണ്ടുപോകുന്നവരുണ്ട്. അപ്പോൾ ഈ ടെന്നീസ് ബാറ്റൊന്നും ഹാൻഡ് ബാഗേജിൽ അലൗഡ് അല്ല. പിന്നെ അതുപോലെ തന്നെ ബാഡ്മിൻ്റൻ്റെയും ബാറ്റ്സ്, അതെല്ലാം ഹാൻഡ് ബാഗേജിൽ അലൗഡ് ആയിട്ടുള്ള ഒന്നല്ല. ഇതെല്ലാം ലഗേജിൽ മാത്രമേ പോകുകയുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വോക്കിംഗ് സ്റ്റിക്സ്, അത് നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും നടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അതെല്ലാം ഹാൻഡ് ബാഗേജിൽ പോകുകയുള്ളൂ. ഹാൻഡ് ബാഗേജ് അല്ല, നിങ്ങളുടെ കയ്യിൽ ബൈ ഹാൻഡ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതെല്ലാം ലഗേജിൽ തന്നെ ഇടുക. വേറൊരാൾക്ക് വേണ്ടി കൊണ്ടുപോകുന്നതാണെങ്കിൽ അതെല്ലാം ലഗേജിൽ തന്നെ ഇട്ടുകൊണ്ട് പോകണം. അല്ലെ അതെല്ലാം നിങ്ങൾ സെക്യൂരിറ്റി ചെക്കിൽ അതെല്ലാം നഷ്ടമാക്കിക്കൊണ്ട് പോകേണ്ടി വരും നാട്ടിലേക്ക്.